ഓം നമ ശിവായ. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 ഫെബ്രുവരി മാസം 26-ാം തീയതി ബുധനാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ശിവം ശിവകരം ശാന്തം ശിവാത്മാനാം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ശിവം ശിവകരം ശാന്തം ശിവം ശിവകരം ശാന്തം ശിവം ശിവകരം ശാന്തം. ഈ മന്ത്രം പാട്ടായിട്ട് 108 തവണ പാടി ആനന്ദിക്കണം. മഹാദേവൻ്റെ ശക്തി പ്രിയപ്പെട്ടവരിലേക്ക് വന്നു ചേരും. നിങ്ങൾ ഒരു വലിയ ആത്മീയ ലോകത്തിൽ ആനന്ദ നൃത്തമാടി മഹാദേവനെ പ്രീതിപ്പെടുത്തുകയാണ്. ആ സന്തോഷം കൊണ്ട് നിങ്ങൾക്ക് ഈ 2025 വർഷം 2026 അടുത്ത ശിവരാത്രി വരെ നിങ്ങൾക്ക് യാതൊരുവിധ രോഗങ്ങളും വരത്തില്ല, ഒരു ശത്രുതകളും വരത്തില്ല, നിങ്ങളുടെ മുമ്പിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാകത്തില്ല, തടസ്സങ്ങൾ ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് എവിടെയും കയറി ചെന്ന് ജീവിത വിജയം നേടുവാൻ വേണ്ടി നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനുള്ളൊരു ഊർജം ഈ പാട്ട് 108 തവണ ചൊല്ലണം. ഈ മന്ത്രമാണ്. ഈ മന്ത്രം 108 തവണ ചൊല്ലി നൃത്തം ചെയ്താൽ ആനന്ദ നൃത്തമാടൂ. കൈലാസനാഥൻ ആനന്ദ നൃത്തം ചെയ്തതുപോലെ പ്രിയപ്പെട്ടവരെ ഭക്തി കൊണ്ട് ആനന്ദമായിട്ട് നമ്മൾ ആ ദൈവിക ചൈതന്യത്തെ ആരാധിച്ചാൽ തീർച്ചയായിട്ടും മഹാദേവൻ്റെ ദിവ്യ കാരുണ്യം, മഹാദേവൻ്റെ അനുഗ്രഹം പ്രിയപ്പെട്ടതിൽ ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും പാട്ട് പാടാൻ അറിയാൻ മേലാത്തവർ യൂട്യൂബിനകത്തൊക്കെ ഈ മന്ത്രം 108 തവണ ചൊല്ലുന്ന വീഡിയോകളുണ്ട്. അതൊക്കെ കേട്ട് അതിനോടൊപ്പം തന്നെ ചുവടുകൾ വെച്ച് നൃത്തം ചെയ്ത് മഹാദേവനെ ധ്യാനിച്ച് മഹാദേവൻ്റെ അനുഗ്രഹം ചോദിച്ചു വാങ്ങിയെടുക്കുക. വളരെ അനുകൂലമായൊരു ദിവസമാണ്. മഹാശിവരാത്രി ദിവസത്തിൽ ആനന്ദ നൃത്തമാടൂ. തീർച്ചയായിട്ടും മഹാദേവൻ്റെ ശക്തി വന്നു ചേരും. മഹാദേവനെ വിശ്വസിക്കുക, പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ആ വിശ്വാസം കൊണ്ടുള്ള ഒരു ശക്തിയാണ് നിങ്ങളിൽ വന്നു ചേരുന്നത്. ആ ശക്തി കൊണ്ട് നിങ്ങൾക്ക് അടുത്ത ശിവരാത്രി വരെ ജീവിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല, ഒരു പ്രതിസന്ധിയും ഉണ്ടാകത്തില്ല. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ജോലി അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾക്കുള്ള സകലവും അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ ആനന്ദ നൃത്തമാടൂ. ഓം നമശിവായ, ഓം നമശിവായ, ഓം നമശിവായ എന്ന മന്ത്രം ചൊല്ലിയതിനു ശേഷം ശിവം ശിവകരം ശാന്തം ശിവാത്മാനാം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ശിവം ശിവകരം ശാന്തം ശിവം ശിവകരം ശാന്തം ശിവം ശിവകരം ശാന്തം. എല്ലാ പ്രിയപ്പെട്ടവർക്കും മഹാശിവരാത്രി ആശംസകൾ ആദ്യമായിട്ട് നേടുകയാണ്. ഇനി നക്ഷത്രഫലമാണ് ചിന്തിക്കുന്നത്. മേടക്കൂറുകാരുടെ കാര്യം ആദ്യം പറയാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാർക്ക് ബുധനാഴ്ച ദിവസത്തിന് അധിപനായ ബുധൻ പഴനിൽ നിൽക്കുന്നൊരു ബുധനാഴ്ച ദിവസമാണ്. തന്മൂലം ഈ ജാതകർക്ക് നല്ല ആരോഗ്യമുണ്ടാകുന്നൊരു ദിവസമാണ്. ഇവരുടെ ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ടാകുന്നൊരു ദിവസമാണ്. സൗന്ദര്യമൊക്കെ വർദ്ധിച്ചെന്നുള്ള ഒരു തോന്നൽ ഇവർക്കുണ്ടാകും. പ്രത്യേകിച്ച് ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇവർക്ക് പ്രത്യേക ഒരു അനുഭൂതി ഇവരിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. അവർക്ക് മനസ്സിന് സന്തോഷമുണ്ടാകുന്നൊരു ദിവസമാണ്. സുഹൃത്തുക്കളെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടും നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം. അപ്പോൾ പെൺമക്കളെ കൊണ്ടും പ്രതീക്ഷിക്കാം, പെൺമക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളും പ്രതീക്ഷിക്കാം. അതിലുപരിയായിട്ട് ഈ അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാരുടെ ദാമ്പത്യ ജീവിതത്തെ, അതായത് ഇവരുടെ ദാമ്പത്യ ജീവിതത്തെ മക്കൾ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ആശംസിക്കുകയൊക്കെ ചെയ്യുവാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണെന്നുള്ളതാണ് നേട്ടം. തൊഴിൽപരമായിട്ടുള്ള നേട്ടമുണ്ട്. പിന്നെ ഉദ്യോഗം കൊണ്ടും കച്ചവടം കൊണ്ടും ഒക്കെ ധനം സമ്പാദിക്കാൻ അനുകൂലമായൊരു ദിവസമാണ്. ധനനേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അങ്ങനെ സൗഭാഗ്യമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഈ മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥ ദേഹധനം അനുകൂലമാണെങ്കിലും കുടുംബസുഖവും ധനപരമായ നേട്ടവും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസം വരെ. എന്നാൽ ഈ ബുധനാഴ്ച മുതൽ അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യത്തിലേക്ക് അവരെത്തിച്ചേരുകയാണ്. കല, സാഹിത്യം, ഗണിതം, അങ്ങനെയുള്ള ശാസ്ത്രം, അങ്ങനെയുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സ്ത്രീകൾ മുഖേനയുള്ള ധനപരമായിട്ടുള്ള നേട്ടം വന്നു ചേരുകയും അതോടൊപ്പം തന്നെ സ്ത്രീകൾ മുഖേന ഇവർ പ്രശസ്തരാകുവാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം വരെ അവരുടെ ധനം, കുടുംബം എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു മാറ്റം ഈ ബുധനാഴ്ച ദിവസം മുതൽ വരാൻ പോവുകയാണെന്നുള്ളതാണ് ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ചുള്ള നേട്ടം. അവർക്കതൊരു വലിയ നേട്ടമാണ്.
അപ്പോൾ ആ നേട്ടം കൊണ്ട് അവർക്ക് ഒരു സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാം. പക്ഷേ സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ കൊണ്ടുള്ള നേട്ടങ്ങളോ അല്ലെങ്കിൽ മാതാവ് മുഖേനയുള്ള നേട്ടങ്ങളോ അവർക്ക് കാര്യമായിട്ട് വന്നു ചേരണമെന്നില്ല. അത് പ്രോത്സാഹനം ലഭിക്കുന്നൊരു കാര്യമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. എങ്കിലും അവരുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നം ഒഴികെ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു പരിധിവരെ നീക്കിപ്പോക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ് ബുധനാഴ്ച ദിവസം. തൊഴിൽപരമായിട്ടാണെങ്കിലും അതുപോലെ തന്നെ ധനപരമായിട്ടാണെങ്കിലും സ്ത്രീകൾ മുഖേന ഇവരുടെ പ്രവർത്തന മേഖലയിൽ ധനം വന്നു ചേരുവാനും സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ അങ്ങനെ ഒരു ആശ്വാസം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ബുധനാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം, രണ്ടുവാദം, തിരുവാതിര, പുണർതം, മുക്കാലിൻ്റെ ജീവിതത്തിൽ ഈ ബുധനാഴ്ച ദിവസം മുതൽ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അവരുടെ ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികൾ അവരെ അലട്ടിക്കൊണ്ടിരുന്നെങ്കിൽ ഈ ബുധനാഴ്ച ദിവസം മുതൽ അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരുകയാണ്. അവർക്ക് എല്ലാ കാര്യത്തിലും സാമർത്ഥ്യം തോന്നുന്ന ഒരു അനുഭവം ഉണ്ടാകും. അവർക്ക് കഴിവുണ്ടെന്നും തൻ്റെ ഇടമുണ്ടെന്നും സാമർത്ഥ്യമുണ്ടെന്നും തങ്ങളാൽ ഇത് കഴിയുമെന്നൊക്കെയുള്ളൊരു ചിന്ത അവരിലേക്ക് വന്നിരുന്നൊരു ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം. തന്മൂലം ബുദ്ധിപരമായിട്ടുള്ള നേട്ടം, ബുദ്ധി കൊണ്ട് അവർ നേട്ടം കൊയ്യുന്നൊരു ദിവസം, അതുകൊണ്ട് അറിവ് കൊണ്ട് അവർ നേട്ടം കൊയ്യുന്നൊരു ദിവസം, ധനപരമായ നേട്ടം അവർ ഉണ്ടാക്കിയെടുക്കുന്നൊരു ദിവസം, കീർത്തിയും പ്രശസ്തിയൊക്കെ ഇവരെ തേടി വരുന്നൊരു ദിവസം. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്ക് ഒരു പക്ഷെങ്കിൽ കുറവായി പോയാലും മാതാവിനെ സംബന്ധിച്ചുള്ള സ്ഥിതി മോശമായാൽ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയൊരു ഉണർവുണ്ടായി, വലിയൊരു മാറ്റമുണ്ടായി. അവർ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ മിഥുനക്കൂറുകാർക്ക് വന്നിരിക്കുന്നത്. ബുധനാഴ്ച ദിവസമാണ് അതിൻ്റെ നേട്ടം കൂടുതലായിട്ടും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഒരു വലിയ മാറ്റത്തിൻ്റെ ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം. അത് ദാമ്പത്യ ജീവിതത്തിലെ പ്രതിസന്ധികളെയൊക്കെ ഒരു പരിധിവരെ ഇല്ലാതാക്കുന്നു. തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികളെ ഒരു പരിധിവരെ ഇല്ലാതാക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ ഒരു മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുന്ന ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളത് മിഥുനക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥതന്മ ഒരുപക്ഷെ അല്പം കുറവായിരിക്കാം. ദാമ്പത്യ ജീവിതം അത്ര തൃപ്തികരമല്ലായിരിക്കാം. എങ്കിലും വലിയൊരു മാറ്റം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നൊരു ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം. അവരുടെ കുടുംബത്തിൽ സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നൊരു ദിവസമായിരിക്കും. എന്ന് പറഞ്ഞാൽ അകന്നു നിന്ന സഹോദരങ്ങളൊക്കെ ഇവരുടെ കുടുംബത്തിലേക്ക് കയറി വന്ന് ഈ ജാതകരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ മനസ്സിലാക്കി അതൊക്കെ പരിഹരിക്കുവാൻ വേണ്ടി അവർ താല്പര്യം കാണിക്കുന്ന ദിവസമായിരിക്കും ബുധനാഴ്ച ദിവസം എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ അങ്ങനെ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചുള്ള പുതിയൊരു അനുഭവം വന്നു ചേരുന്ന ദിവസമായിരിക്കും ബുധനാഴ്ച ദിവസം. ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചമാണെങ്കിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും സുഹൃത്തുക്കൾ മുഖേനയുള്ള നേട്ടങ്ങളും പ്രതീക്ഷിക്കാം, സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. അല്ലാത്ത മറ്റു കാര്യങ്ങളിലൊക്കെ അതിൻ്റേതായ ചില പോരായ്മകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ബുധനാഴ്ച ദിവസം ഇവരുടെ കുടുംബത്തിൽ ഇവരുടെ സഹോദരങ്ങൾ വന്നു ചേർന്ന് ഇവരെല്ലാം കൂടെ ഒത്തൊരുമിച്ച് വസിക്കുന്ന ഒരു ദിവസമായിരിക്കും എന്നുള്ളതാണ് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചുള്ള നേട്ടം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും ഈ ബുധനാഴ്ച ദിവസം നല്ല നിലയിലേക്ക് വന്നു ചേരുന്നൊരു ദിവസവും കൂടിയാണ്. പ്രശസ്തിയും അംഗീകാരവും ഒക്കെ അതോടൊപ്പം തന്നെ ഇവർക്ക് വന്നു ചേരുവാനും സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകുന്നൊരു ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം. അത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഈ ചിങ്ങക്കൂറുകാരുടെ 7ാം ഭാവത്തിൽ സൂര്യനാണ് നിൽക്കുന്നത്. ശനി മൗഢ്യത്തിലാണ്. അപ്പോൾ സൂര്യനാണ് നിൽക്കുന്നത്, ബുധനും നിൽക്കുന്നുണ്ട്. ബുധൻ മൗഢ്യം മാറി. ഇനി ബുധൻ മൗഢ്യം മാറാതെ സൂര്യൻ തന്നെ നിന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകത്തില്ല. ഒരു കുടുംബ ജീവിതത്തിൻ്റെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ബന്ധം ഊഷ്മളമാകുന്നത് അവരുടെ ദാമ്പത്യ ജീവിതം കൊണ്ടാണ്. അങ്ങനെയൊരു ബന്ധമില്ലെങ്കിൽ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുന്നത് വെറുതെയാണ്. പേരിന് ഭാര്യയും ഭർത്താവും അത്രയേ ഉള്ളൂ. പക്ഷേങ്കിൽ ആ ബന്ധത്തെ അവരുടെ ബന്ധത്തെ ദൃഢീകരിക്കുന്നത് അല്ലെ ബലപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അത് ശക്തിപ്പെടുത്തുന്നത് ഭാര്യ ഭർത്തൃ ബന്ധമാണ്. 7ാം ഭാവത്തിൽ സൂര്യൻ, ഒരു സ്ത്രീയുടെ ജാതകത്തിൽ 7ാം ഭാവത്തിൽ സൂര്യൻ നിന്നാൽ ഭർത്തൃസുഖം വേണ്ട വിധം കിട്ടത്തില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഈ ബുധനാഴ്ച ദിവസം 7ാം ഭാവത്തിൽ ബുധൻ മൗഢ്യം വിട്ട് ഉണർന്ന് സൂര്യനോടൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു അനുഭവം കൊണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറി നല്ലൊരു ഭാര്യാഭർത്തൃ ബന്ധം ഉണ്ടാകും. ഭാര്യാഭർത്തൃ സുഖഹാനി ഇല്ലാതാകും. എന്ന് പറഞ്ഞാൽ 7ൽ സൂര്യൻ തന്നെ നിന്നാൽ, ഒരു സ്ത്രീയുടെ ജാതകത്തിൽ 7ാം ഭാവത്തിൽ സൂര്യൻ നിന്നാൽ, പാപഗ്രഹം നിന്നാൽ വിവാഹം നടക്കാൻ താമസിക്കും. അതുപോലെ തന്നെ വിവാഹം എങ്ങനെയും നേർച്ച കാഴ്ചകളിൽ കൂടി നടത്തിയെടുത്താൽ പോലും ഭർത്താവിൽ നിന്നുള്ള ഒരു സന്തോഷം ഈ സ്ത്രീക്ക് അനുഭവിക്കാൻ പറ്റണമെന്നില്ല. അതാണൊരു വിഷയം. അപ്പോൾ ഈ പ്രതിസന്ധി ഈ ജാതകരിൽ നിന്നും ഈ ബുധനാഴ്ച ദിവസം മാറി അവർക്ക് നല്ലൊരു ദാമ്പത്യ ജീവിത ബന്ധം ഉണ്ടാകുന്നൊരു ദിവസമാണ്. അതാണ് ഇവരുടെ ഹൈലൈറ്റ്, ഈ ചിങ്ങക്കൂറുകാർക്കുള്ള നേട്ടം. പിന്നെ ഇവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം, തൊഴിൽപരമായിട്ടുള്ള നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. അങ്ങനെ
സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാം. ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടമൊക്കെ അനുകൂലമായി നിൽക്കുന്നു. മക്കളെ കൊണ്ടുള്ളതും ഭൂമി കൊണ്ടുള്ള കാര്യങ്ങളെല്ലാം നേട്ടമായിട്ട് നിൽക്കുന്നു. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് ഇവരെ അലട്ടിക്കൊണ്ടിരുന്നത്. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇവർക്കൊരു മാറ്റം വരുന്ന ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം അത്ര അനുകൂലമായ ഒരു ദിവസമല്ല. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കടന്നു പോകാം. തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടമൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും ശത്രുതകൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. തന്മൂലം ബന്ധുക്കളുമായിട്ടുള്ള ശത്രുത വന്നു ചേർന്ന് കലഹത്തിലും കേസിലുമൊക്കെ പെടാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ്. അത്ര നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമല്ല. ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. കാരണം ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനാണ് ബുധൻ. ആ ബുധൻ 12ാം ഭാവാധിപനുമായിട്ട് ചേർന്നാണ് 6ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ 12ാം ഭാവാധിപൻ 6ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതല്ല. അപ്പോൾ ഈ ബുധൻ എന്ന് പറയുന്ന ഗ്രഹവും 6ാം ഭാവത്തിൽ 12ാം ഭാവാധിപനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ബുധനാഴ്ച ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ്. ഒരു ശുഭഗ്രഹം ഈ ബുധനെയോ സൂര്യനെയോ വീക്ഷിച്ചാൽ ഈ പ്രശ്നം ഒഴിവായി കിട്ടും. പക്ഷേ ഏത് ശുഭഗ്രഹവും വീക്ഷിക്കാനാണ്? ഒരു ശുഭഗ്രഹവും വീക്ഷിക്കുന്നില്ല. വ്യാഴത്തിൻ്റെ ദൃഷ്ടിയില്ല. വ്യാഴത്തിൻ്റെ ദൃഷ്ടി മകരൻ രാശി വരെയുള്ളൂ, കുംഭൻ രാശിയിലേക്കില്ല. അപ്പോൾ പിന്നെ കലഹവും പ്രശ്നമൊക്കെ ഉണ്ടാകുവാനാണ് സാധ്യത. പിന്നെ ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് ഇതൊന്നും വന്നു ചേരാതെ അങ്ങ് പോകും. ദൈവാധീനം കൊണ്ടും ഇത് ഒഴിവായി കിട്ടും എന്നുള്ളത് വിശ്വസിക്കുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖ, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ ജാതകർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. സുഖാനുഭവങ്ങൾ ജീവിതത്തിൽ വർദ്ധിച്ചു വരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഈ ജാതകരെ സംബന്ധിച്ച് നഷ്ടഭാവത്തിൻ്റെ അധിപനാണ് ബുധൻ, എങ്കിലും ഭാഗ്യഭാവത്തിൻ്റെ അധിപൻ കൂടിയാണ്. അപ്പോൾ ചിലരുടെ ജീവിതത്തിൽ നഷ്ടസാധ്യതകൾ വന്നു ചേരാൻ ഇടയുണ്ട്. ചിലരുടെ ജീവിതത്തിൽ ലാഭകരമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ലാഭകരമായ അനുഭവങ്ങൾ വന്നു ചേരാനാണ് കൂടുതലും സാധ്യത. കാരണം ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ലാഭഭാവത്തിൻ്റെ അധിപനായ സൂര്യനുമായിട്ട് ചേർന്നാണ് ബുധൻ നിൽക്കുന്നത്. അപ്പോൾ അവിടെ സൂര്യനാണ് പക്ഷബലമുള്ളത്. ഇപ്പോൾ ചന്ദ്രന് ബലമില്ല, സൂര്യനാണ് ബലമുള്ളത്. അപ്പോൾ ബലമുള്ള സൂര്യനോട് കൂടിയാണ് ഈ ബുധൻ നിൽക്കുന്നത് കൊണ്ട് ഈ ജാതകരെ സംബന്ധിച്ച് ഭാഗ്യം വഴി സുഖവും സമ്പത്തും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളതാണ് എൻ്റെ നേട്ടം. പെൺമക്കളെ കൊണ്ടുള്ള നേട്ടങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പിന്നെ ഈ ജാതകർക്ക് സൂത്രബുദ്ധിയൊക്കെ കൊടുക്കുന്നൊരു ദിവസവും കൂടിയാണ് ഈ ബുധനാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞിരിക്കണം. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാൽ, അനിഴം, കാട്ട നാളുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം അവർക്ക് ജീവിതത്തിൽ വലിയൊരു നേട്ടം വന്നു ചേരുന്നൊരു ദിവസമാണ്. ഇവരുടെ സ്വന്തം അധ്വാനം അത് സമ്പാദ്യമാക്കി മാറ്റിവെച്ചവരൊക്കെ ഈ ബുധനാഴ്ച ദിവസം പുതിയ വാഹനമൊക്കെ വാങ്ങിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ പുതിയ വീടൊക്കെ കരസ്ഥമാക്കുവാൻ അവർക്ക് സാധ്യതയുണ്ട്. ഇവർക്ക് അതൊക്കെ ലാഭത്തിൽ കിട്ടുന്നൊരു ദിവസമായിരിക്കും ഈ ബുധനാഴ്ച ദിവസം. ഈ ജാതകർ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഈ ജാതകർ വളരെ സൂക്ഷിച്ചു വേണം. ഇവർക്ക് തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നൊരു സമയമാണ്. പക്ഷെങ്കിൽ ഇവർ പിതാവിൻ്റെ സ്ഥാനത്തുള്ള ആരെങ്കിലുമായിട്ട് ചേർന്ന് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഇവർ തന്നെ ഒരിക്കലും ചെയ്യരുത്. തന്നെ ചെയ്താൽ പരാജയം സംഭവിക്കും. അപ്പോൾ പിതാവുമായിട്ട് ചേർന്ന്, അല്ലെങ്കിൽ പിതാവിൻ്റെ സഹോദരങ്ങളുമായിട്ട് ചേർന്നോ, അല്ലെങ്കിൽ ഈ ജാതകരുടെ സഹോദരങ്ങളുമായിട്ടൊക്കെ ചേർന്നൊക്കെ ആണെങ്കിൽ അവിടെ കാര്യവിജയം ഉണ്ടാകും. ഇവർ തന്നെ ഇറങ്ങിത്തിരിച്ചാൽ അതിൽ പരാജയം ഉണ്ടാകുന്ന ഒരു ദിവസവും കൂടിയാണ്. അത് ഓർക്കണം. അപ്പോൾ ഇവരുടെ അധ്വാനം കൊണ്ടുള്ള പണമാണ് ഇവർ കൈകാര്യം ചെയ്യുന്നതെങ്കിലും ചിലരൊക്കെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് വേറൊരാളുടെ പുറകെ പോകുന്നത് എന്തിനാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷേ അതൊക്കെ പരാജയത്തിലാണ് പോയി ചാടുന്നത്. അപ്പോൾ ചില സമയങ്ങളിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. മനുഷ്യനിൽ അഹങ്കാരം വർദ്ധിക്കും. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൈകാര്യം ചെയ്യണമെങ്കിൽ വേറൊരുത്തൻ്റെ ബുദ്ധി എനിക്ക് എന്തിനാണെന്ന് ചിന്ത വരും. പക്ഷെങ്കിൽ അങ്ങനെ പോകുന്ന ദിവസങ്ങളിലായിരിക്കും പരാജയം ഉണ്ടാകുന്നത്. ഇപ്പം ഈ ബുധനാഴ്ച ദിവസം ഇവരെ സംബന്ധിച്ച് ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവർ തന്നെ ഇവർക്ക് ദോഷം ചെയ്യുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ഇവർക്കുള്ള നേട്ടം, ഇവരുടെ ബുധനാഴ്ച ദിവസം അനുഭവം, പ്രധാനപ്പെട്ട അനുഭവം എന്ന് പറയുന്നത് ഇവർ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടൊരു പുതിയ വാഹനം മേടിക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പം മാതാവുമായിട്ട് ചിലപ്പം അകന്ന് കഴിയേണ്ട സാഹചര്യങ്ങളൊക്കെ വരും. ചിലർക്ക് ബന്ധുക്കളാലുള്ള വിരോധങ്ങളൊക്കെ സംഭവിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ
സർക്കാർ ജോലിയിലുള്ളവർക്ക് പ്രമോഷൻ കിട്ടാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവർ സ്വന്തം അധ്വാനം കൊണ്ട് ഒരു പുതിയ വാഹനം കരസ്ഥമാക്കാനും സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതോടൊപ്പം തന്നെ കുടുംബസുഖവും ധനപരമായ നേട്ടവർക്ക് അനുകൂലമായി നിൽക്കുന്നു. ദാമ്പത്യ ജീവിത വിജയവും അനുകൂലമായി നിൽക്കുന്നു. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സ്ത്രീകൾ മുഖേനയുള്ള കാര്യവിജയം ചിലപ്പോൾ ഇവർക്ക് നേട്ടമാകാം, ചിലപ്പോൾ നഷ്ടമാകാം എന്നുള്ളൊരു സാഹചര്യവും ഈ വൃശ്ചികക്കുറുകാർക്ക് നിലനിൽക്കുന്ന സമയമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം അത്ര അനുകൂലമായ ദിവസമല്ല. മനക്ലേശമൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കേണ്ട ദിവസമാണ്. ചിലരുടെ ജീവിതത്തിൽ ഭാഗ്യം കൊണ്ട് ഇതൊന്നും വന്നു ചേരണമെന്നില്ല. ഭാഗ്യാനുഭവങ്ങൾ അവരെ തുണച്ചേക്കാം. പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ കടന്നുപോകും. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഭാര്യയോട് താല്പര്യമില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനോട് താല്പര്യമില്ല, അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകും. ദുഷ്ടചിന്താദികളിൽ അവരിൽ വന്നു ചേരും. ദുർനടപ്പുകാരായി മാറാൻ സാധ്യതയുണ്ട്. ബന്ധുക്കൾ വിരോധികളായി തീരുവാൻ സാധ്യതയുണ്ട്. ശത്രുതയൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നീചമായ സ്വഭാവങ്ങളൊക്കെ, ദുഷ്പ്രവൃത്തികളൊക്കെ ചെയ്ത് ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കിയെടുക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. സൂക്ഷിക്കേണ്ട ദിവസമാണെന്നുള്ളത് ധനുക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരുടെ കാര്യമാണ് പറയുന്നത്. ശ്രദ്ധിക്കുക. മഹാദേവൻ ഈ മഹാശിവരാത്രിയോടനുബന്ധിച്ച് അനുഗ്രഹിക്കുന്ന 2 നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രവും അവിട്ടം 2 പാദം. മകരക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം നക്ഷത്രവും മഹാദേവൻ അവരെ അനുഗ്രഹിച്ച് കഴിഞ്ഞു. ഈ 2025 ശിവരാത്രി മുതൽ 2026 ശിവരാത്രി വരെയുള്ള സമയം മകരക്കൂറിൽപ്പെട്ട തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ മഹാദേവൻ അനുഗ്രഹിച്ചു കഴിഞ്ഞു. അവർ ലോകപ്രസിദ്ധരാകും. മഹാദേവൻ്റെ അനുഗ്രഹം അവരിലേക്ക് വന്നു ചേർന്ന് കഴിഞ്ഞു. മഹാദേവൻ അവരെ അനുഗ്രഹിച്ചു. അവരുടെ തൊഴിൽ മേഖലയും അവരുടെ പ്രവർത്തന മേഖലയും അവരുടെ മക്കളെയും അവരുടെ കുടുംബത്തെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം മഹാദേവൻ അനുഗ്രഹിച്ചു കഴിഞ്ഞു. അവർ ലോകപ്രസിദ്ധരാകും. ഈ നാളുകാർ ഏറ്റവും താഴെത്തട്ടിലുള്ളവരാണെങ്കിൽ പോലും, ഏറ്റവും ഉയർന്ന നിലയിലുള്ളവരാണെങ്കിൽ പോലും അവരവരുടെ നിലയനുസരിച്ച് അവർ ലോകപ്രസിദ്ധരായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മുമ്പിലുള്ളത്. മഹാദേവൻ്റെ അനുഗ്രഹം വന്നു ചേർന്ന 2 നാളുകാരാണ് തിരുവോണം നാളും അവിട്ടം 2 പാദം, മകരക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം നാളുകാരും. ഈ നാളുകാർക്കാണ് മഹാദേവൻ്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടും വന്നു ചേരുന്നത്. ഈ മഹാശിവരാത്രിയോടനുബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ വലിയൊരു നേട്ടം വന്നു ചേർന്ന് അവരുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം മാറുകയാണ്. അവർ കുതിച്ചുയരാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ പരം ഒരു അനുഗ്രഹം വേറെ ആർക്കും വന്നു ചേരാനില്ല. ഏറ്റവും കൂടുതൽ മഹാദേവൻ 27 നക്ഷത്രങ്ങളിൽ ഈ 2025 ശിവരാത്രിയോടനുബന്ധിച്ച് മഹാദേവൻ അനുഗ്രഹിച്ച 2 നക്ഷത്രങ്ങൾ തിരുവോണം നാളുകാരും അതുപോലെ തന്നെ അവിട്ടം 2 പാദം നാളുകാരുമാണ്. ഞാൻ പറയുന്നത് സത്യമാണ്. നിങ്ങൾ എഴുതി വെച്ചു. നിങ്ങൾ അതിനുശേഷം ഈ വീഡിയോ അടുത്ത മഹാശിവരാത്രിയോടനുബന്ധിച്ച് ഇതേപോലെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കെന്നോട് പറയാം, തിരുമേനി പറഞ്ഞത് കള്ളമല്ല, സത്യമായിരുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഫലിച്ചു. മഹാദേവനാൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. മഹാദേവനാൽ ഞങ്ങൾക്ക് ഭാഗ്യകരമായ അനുഭവങ്ങൾ ഉണ്ടായി. മഹാദേവൻ ഞങ്ങളോട് കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആപത്തുകൾ വന്നിട്ടില്ല, രോഗങ്ങൾ വന്നിട്ടില്ല, ശത്രുതകൾ വന്നിട്ടില്ല. ഞങ്ങളുടെ തൊഴിൽ മേഖല അനുഗ്രഹിക്കപ്പെട്ടു. ഞങ്ങളുടെ ജീവിത മാർഗത്തിൽ ഒരു തടസ്സം പോയി ഉണ്ടാകാതെ മഹാദേവൻ ഞങ്ങളെ കാത്തുവെന്ന് നിങ്ങൾ 2026 മഹാശിവരാത്രിയോടനുബന്ധിച്ച് തലേ ദിവസം നിങ്ങൾ പറയും. 100% ഉറപ്പാണ്. മഹാദേവൻ ഈ 2 നാളുകാരെ അനുഗ്രഹിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ അവരുടെ ജീവിതത്തിൽ നല്ല കാലം വരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. അപ്പോൾ മഹാദേവൻ്റെ അനുഗ്രഹം ഈ നാളുകാരിൽ വന്നു ചേർന്നു എന്നുള്ളതാണ് ഇവരുടെ നക്ഷത്രഫലമായിട്ട് ഞാൻ പറഞ്ഞു തന്നത്. ഇനിയും കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം, ചതയം, പൂരുട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് സൂത്രബുദ്ധി ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ആയതിനാൽ ഈ നാളുകാർ ഈ ബുധനാഴ്ച ദിവസം ചാതുര്യവും മാധുര്യവുമുള്ള വാക്കുകൾ കൊണ്ട് അവരുമായിട്ട് സഹകരിക്കുന്നവരെ ആകർഷിച്ച് അവരിൽ നിന്നുള്ള നേട്ടങ്ങൾ ഇവർ സ്വന്തമാക്കിയെടുക്കുവാൻ ശ്രമിക്കുന്നൊരു ദിവസമാണ് ബുധനാഴ്ച ദിവസം. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ബുധനാഴ്ച ദിവസം വലിയ നേട്ടങ്ങൾ തന്നെ വന്നു ചേരും. മറ്റു വിധത്തിലുള്ള ദോഷങ്ങളൊക്കെ മാറിപ്പോകുന്നൊരു ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം. ഇപ്പോൾ ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് 5-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നു. 5-ാം ഭാവത്തിൽ ചൊവ്വ നിന്നാൽ പുത്ര ദുഃഖം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ പുത്രന്മാരെ കൊണ്ടുള്ള ആ ദുഃഖകരമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി പുത്രന്മാരെ കൊണ്ടുള്ള സന്തോഷ അനുഭവത്തിൽ വന്നു ചേരുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവരുടെ 6-ാം ഭാവാധിപൻ
ചന്ദ്രൻ 12 നിൽക്കുന്നു. 12 ചന്ദ്രൻ വന്നാൽ ഈ ജാതകർ രോഗികളായി മാറാം, അപകടങ്ങൾ വരാം, ആപത്തുകൾ വരാം, മരണം വരെ സംഭവിക്കാം. 12 ബലമില്ലാത്ത ചന്ദ്രൻ വന്നാൽ അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷേ ആ പ്രതിസന്ധിയിൽ നിന്നൊക്കെ ഇവർ മാറിപ്പോവുകയാണ് ഈ ബുധനാഴ്ച ദിവസം. അങ്ങനെ ഇവരുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തു പോകാനുള്ളൊരു ശേഷി ഈ ജാതകരിലേക്ക് വന്നു ചേരുന്നു. 12 ചന്ദ്രൻ ബലമില്ലാതെ ചന്ദ്രൻ 12 വന്നാൽ പനി വരാം, ചുമ വരാം, ശ്വാസം മുട്ടൽ വരാം, കൈക്കാലിന് വേദന ഉണ്ടാകാം, തൊണ്ടയ്ക്ക് വേദന, അതുപോലെ തന്നെ ശത്രുവിൻ്റെ ഉപദ്രവം, അപകടം, മരണം, ഇത്രയും കാര്യങ്ങൾ സംഭവിക്കാം. അപ്പോൾ അതാണ് ഇന്ന് പത്രത്തിൽ വന്ന വാർത്ത എന്താണ്? തിങ്കളാഴ്ച ദിവസം ഒരു വ്യക്തി 5 പേരെ കൊലപ്പെടുത്തി. ഈ 5 പേരെ കൊലപ്പെടുത്തുമ്പോൾ അവരുടെ നക്ഷത്രം നമ്മൾ പോയി പരിശോധിച്ചാൽ ഇവരുടെ നക്ഷത്രം ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ നക്ഷത്രം എന്ന് പറയുന്നത് മിഥുനക്കുറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര പുണർതം മുക്കാലോ, അല്ലെങ്കിൽ മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാല്, തിരുവോണം അവിട്ടം 2 പാദം നാളോ ആയിരിക്കും. അവർക്കാണ് ഈ ബലമില്ലാത്ത ചന്ദ്രനെ കൊണ്ടുള്ള ദോഷം ഉണ്ടാകുന്നത്. അത് അപകടം വരാം, മരണം വരാം, ഒക്കെ സംഭവിക്കാവുന്ന സാഹചര്യമാണ്. അപ്പോൾ ഈ ബുധനാഴ്ച ദിവസം കുംഭക്കൂറുകാരെ സംബന്ധിച്ച് യാതൊരുവിധ പ്രതിസന്ധിയും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാത്തൊരു ദിവസമായിരിക്കുമെന്നുള്ളതാണ് ജ്യോതിഷത്തിൻ്റെ നിഗമനം. അപ്പോൾ എല്ലാ ദോഷങ്ങളും മാറി സർവ്വവിധ ഐശ്വര്യങ്ങളും വന്നിരുന്നൊരു ദിവസമായിരിക്കും കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രത്യേകിച്ച് പെൺമക്കളെ കൊണ്ടുള്ളൊരു നേട്ടം അവരുടെ ജീവിതത്തിൽ ആനന്ദത്തെ കൊടുക്കുന്ന, സന്തോഷത്തെ കൊടുക്കുന്ന ഒരു ദിവസമായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. പെൺമക്കൾ മുഖേനയുള്ള കാര്യവിജയവും അവർക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതും വലിയൊരു പ്രത്യേകതയാണ്. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതികാല ഉത്രട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് അവരുടെ 4ാം ഭാവത്തിൻ്റെ അധിപനും 7ാം ഭാവത്തിൻ്റെ അധിപനുമായ ബുധൻ 12ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധനാഴ്ച ദിവസമാണ് ഈ മീനക്കൂറുകാർക്ക് ഉള്ളത്. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കുറവാണെന്നുള്ളത് പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ. കാരണം 12ാം ഭാവത്തിലാണ്, നഷ്ടഭാവത്തിലാണ്, വ്യയഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ യാതൊരുവിധ നേട്ടവും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്, അല്ലെങ്കിൽ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ ജ്യോതിഷം പറയുന്നു ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകണമെന്നില്ല. ഒരുപക്ഷെ ദാരിദ്ര്യം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും അവർ നല്ല ബന്ധത്തിൽ കഴിയും, പക്ഷേ അവർക്ക് ധനമില്ല. സന്തോഷത്തോടെ അടിച്ചു പൊളിച്ചു ജീവിക്കാനുള്ള ധനം അവരുടെ കയ്യിൽ വന്നു ചേരണമെന്നില്ല. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ അവർക്കുണ്ടാകണമെന്നില്ല. പക്ഷെങ്കിൽ ഇവർ പൊതുജനങ്ങൾക്ക് മുമ്പാകെ ആദരിക്കപ്പെടുകയും അറിവുള്ളവരായിട്ട് ഇവരെ പൊതുജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നൊരു ദിവസമാണെന്നുള്ളതാണ് ജ്യോതിഷത്തിൻ്റെ അഭിപ്രായം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ബുധനാഴ്ച ദിവസം മീനക്കുറിൽപ്പെട്ട പൂരുട്ടാതികാല ഉത്രട്ടാതി രേവതി നാളുകാർ അവർ ഇറങ്ങിത്തിരിച്ച് പ്രവർത്തിക്കുന്ന മേഖലകളിൽ അവർക്ക് ആദരവും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ വന്നു ചേരും. അവർ ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കും. പക്ഷെങ്കിൽ ധനപരമായിട്ടുള്ളൊരു നേട്ടം ഉണ്ടാകണമെന്നില്ല. ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാകും, അല്ലെങ്കിൽ ദാരിദ്ര്യം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മീനക്കുറുകാർക്ക് 4-ൽ ചൊവ്വ നിൽക്കുന്ന സമയമാണ്. 4-ൽ ചൊവ്വ നിന്നാൽ ഭാഗ്യക്കേടുകളൊക്കെ ഉണ്ടാകും, കുടുംബത്തിൻ്റെ സ്ഥിതി മോശമാകും, ധനസ്ഥിതി മോശമാണ്. അപ്പോൾ ഈ ബുധനാഴ്ച ദിവസം ആ ഒരു സ്ഥിതി തുടർന്നു പോയാലും ഇവർ പ്രവർത്തിക്കുന്ന മേഖലകളിൽ, ഇവരുടെ പ്രവർത്തന മേഖലകളിൽ, തൊഴിലിടങ്ങളിൽ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇവർക്ക് ആദരവും പ്രശംസയും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അന്യജനങ്ങൾ ഇവരെ ആദരിക്കാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ അങ്ങനെ ഉള്ളൊരു നേട്ടം പ്രതീക്ഷിക്കാം. എന്നാൽ ഇതിൽ കുറച്ച് പേരൊക്കെ തലതിരിഞ്ഞു പോയി മദ്യപിച്ച് മതോന്മത്തരായി വെറുക്കുത്തുകളിലൊക്കെ അകപ്പെടുവാനും സാധ്യതയുണ്ടെന്ന് ജ്യോതിഷം പറയുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യവുമുണ്ട്. അപ്പോൾ അതും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി നക്ഷത്രഫലമായിട്ട് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മഹാശിവരാത്രിയാണ് നാളെ ബുധനാഴ്ച ദിവസം. മഹാശിവരാത്രിയോടനുബന്ധിച്ച് എല്ലാവരും ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും ഒക്കെ പങ്കെടുത്ത് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സംതൃപ്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ എല്ലാവരിലും മഹാദേവൻ്റെ അനുഗ്രഹം വന്നു ചേരട്ടെ. ആപത്തോ അനർത്ഥങ്ങളോ ഒരു പ്രതിസന്ധി പോലും വരാതെ എല്ലാവരെയും മഹാദേവൻ കാത്തുകൊള്ളട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലും മഹാശിവരാത്രിയുടെ അനുഗ്രഹം വന്നു ചേരട്ടെ ആശംസിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.